जी हम लोग बहुत डर गए थे सर, ऐसा मार रही थी जब हम अपने मम्मी पापा उनको आज से कभी मार नहीं खाए हैं सर, इसलिए हमको बहुत डर लगा। मार रही थी तो और बोल रही थी कि लड़का लोग के साथ सुलाया जाएगा, रेप किया जाएगा, ऐसा बोल रही थी तो हम बहुत डर गए सर। वहाँ के मामले को देखकर बहुत डर गए हम बहुत। और जो मेरे साथ थे उन दो सहेलियाँ कमले सारी सुखमत, उन लोगों को भी बहुत मारी है सर, बहुत मारी है। നിയമ നടപടിയുമായി മുന്നോട്ടെന്ന് തന്നെയാണ് പെൺകുട്ടികൾ പറയുന്നത്. ഇവരുടെ പരാതിയിൽ നിലവിൽ പോലീസ് കേസെടുത്തിട്ടില്ല. നാരായണപൂരിൽ CPI സംരക്ഷണയിലാണ് ഇപ്പോൾ പെൺകുട്ടികളുള്ളത്. നക്സൽ ബാധ മേഖലയിലെ കാട്ടിലൂടെ 15 കിലോമീറ്റർ സഞ്ചരിച്ചാണ് ആദിൽ പാലോടും മനു ബാലകൃഷ്ണനും പെൺകുട്ടികളുടെ പ്രതികരണം എടുത്തത്. ആദിൽ പാലോട് വിവരങ്ങളുമായി. ആദിലും മനുവും 15 കിലോമീറ്റർ ആ മേഖലയിലൂടെ സഞ്ചരിച്ചു. അവിടേക്ക് കടന്നു ചെന്നെത്തുമ്പോൾ ആ മേഖല എങ്ങനെയാണ്? എത്രത്തോളം? നേരത്തെ പറഞ്ഞല്ലോ 70% പ്രദേശത്ത് വൈദ്യുതിയില്ല. വൈദ്യുതി മാത്രമല്ലല്ലോ അവരുടെ ജീവിത സാഹചര്യങ്ങൾ. അതുകൊണ്ടാണ് അവർ പുറത്തുപോയി അവരുടെ ജീവിതം മെച്ചപ്പെടുത്താനുള്ള മാർഗങ്ങൾ തേടുന്നത്. അവരെ സഹായിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ കന്യാസ്ത്രീകൾ ചെയ്തതും. അപ്പോൾ എന്താണ് ആ മേഖലയിലൂടെ കടന്നു പോകുമ്പോൾ അതിൽ മനസ്സിലാക്കിയത്? അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടികൾ ഇനി പരാതിയുമായി മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയല്ലേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഉറപ്പായും അങ്ങനെ തന്നെയാണ്. അതിസാധാരണമായ പശ്ചാത്തലത്തിൽ നിന്നാണെങ്കിലും ഈ പെൺകുട്ടികളുടെ അസാമാന്യമായ ധൈര്യം അത് എടുത്തു പറയേണ്ടതാണ് സ്മൃതി. കാരണം പല തരത്തിലുള്ള സമ്മർദ്ദം വന്നിട്ടും ഭീഷണി ഉണ്ടായിട്ടും അവർ കന്യാസ്ത്രീകൾക്കൊപ്പം അടിയുറച്ചു നിന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരുപക്ഷെ ഇവർ മൊഴിമാറ്റി പറഞ്ഞിരുന്നുവെങ്കിൽ തങ്ങളെ ഈ ഭീഷണിക്ക് വഴങ്ങി തങ്ങളെ മതപരിവർത്തനം ചെയ്തതാണെന്നോ തങ്ങളെ സമ്മതപ്രകാരം പ്രലോഭിപ്പിച്ച് കൊണ്ടുപോവുകയാണെന്നോ പോലീസിന് മൊഴി നൽകിയിരുന്നെങ്കിൽ അത് വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുമായിരുന്നു. കേസ് ഒരുപക്ഷെ ജാമ്യം പോലും കിട്ടാത്ത രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തുമായിരുന്നു. പക്ഷേ ഇവരുടെ ധൈര്യം സമ്മതിക്കണം, അവരുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതിരിക്കാനുള്ള മനോശക്തി സമ്മതിച്ചു കൊടുക്കണമെന്നാണ് അവിടെ എത്തുമ്പോൾ നമുക്ക് തോന്നുന്നത്. അങ്ങനെയുള്ളൊരു ജീവിത പശ്ചാത്തലത്തിൽ നിന്നാണ് ഇവർ വരുന്നത്. സാധുക്കളായ അതിസാധാരണക്കാരായ ദരിദ്രരായ ഒരു ജനവിഭാഗമാണ് ഈ നാരായൺപൂരിലെ റൂറൽ മേഖലകളിൽ താമസിക്കുന്നത്. ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. അവരിൽപ്പെട്ട ആളുകളാണ് പുറത്തുപോയി പണം സമ്പാദിക്കാൻ 100, 150, 200 രൂപയ്ക്ക് ദിവസക്കൂലിക്ക് ജോലി ചെയ്യുന്നവരാണ്. അവർ 10,000 രൂപയോ അതിന് മുകളിലോ ശമ്പളമായി മാസം കിട്ടും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ജോലിക്കായി പുറത്തേക്ക് പോകുന്നത്. മാത്രമല്ല മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ കിട്ടും, സൗകര്യങ്ങൾ കിട്ടും, പഠനം പാതി വഴിയിൽ മുടങ്ങിയത് പൂർത്തീകരിക്കാൻ സാധിക്കും. ഇങ്ങനെയുള്ള അവരുടെ ജീവിതം മെച്ചപ്പെടുത്തണമെന്ന സ്വന്തം ഇഷ്ടപ്രകാരം മാതാപിതാക്കളുടെ അനുമതിയോടെ പുറത്തേക്ക് പോയ കുട്ടികളാണ്, യുവതികളാണ്. അത് കന്യാസ്ത്രീകൾ കൃത്യമായ ആശയവിനിമയം ഉണ്ടായിരുന്നു. ദുർഗ് റെയിൽവേ സ്റ്റേഷനിലെത്തുന്നു. റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോൾ പെൺകുട്ടികളുടെ ടിക്കറ്റ് കൂടി കന്യാസ്ത്രീകൾ തന്നെ വെച്ചിരിക്കുകയായിരുന്നു. അവർ കന്യാസ്ത്രീകൾ തന്നെയാണ് ഈ യുവതികളുടെ ടിക്കറ്റ് കൂടി എടുത്തിരുന്നത്. പക്ഷേ ആദ്യഘട്ടത്തിൽ എത്തുമ്പോൾ TTRനെ കാണുമ്പോൾ ഒരു ആശങ്കയുണ്ടാകുന്നു. കന്യാസ്ത്രീകളുടെ അടുത്താണ് ടിക്കറ്റ് എന്ന് പറയുന്നു. ഇത് കണ്ടു നിൽക്കുന്ന ബജറംഗ് ദൾ പ്രവർത്തകർ പിന്നീട് വലിയ രൂപത്തിൽ പ്രക്ഷോഭവും പ്രതിഷേധവും ബഹളവും ഉണ്ടാക്കുകയും ചെയ്യുകയും പിന്നീട് അറസ്റ്റിലേക്കും ജയിലിലേക്കും പോകുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. ഏതായാലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴും വലിയ സമ്മർദ്ദമുണ്ടാകുമ്പോഴും ബലാത്സംഗം ചെയ്യുമെന്ന ഭീഷണി ഉണ്ടായിട്ടും ആ മൊഴിയിൽ ഉറച്ചു നിൽക്കാൻ ഇവർ കാണിച്ച മനസ്സും സാമർഥ്യവും ധൈര്യവും അത് പ്രകീർത്തിക്കപ്പെടേണ്ടത് തന്നെയാണ് എന്ന് തോന്നുന്നു സ്മൃതി. ഏതായാലും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടർ TVയോട് നടത്തിയിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട പ്രതികരണം അത് ബലാത്സംഗം ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി ഈ ബജറംഗ് ദൾ പ്രവർത്തകർ എന്നുള്ളതാണ്. ജ്യോതി ശർമ്മയെ ജയിലിൽ അടയ്ക്കണം എന്നവർ കരഞ്ഞുകൊണ്ട് പറയുകയാണ്. തങ്ങളെ നിരവധി തവണ മർദ്ദിച്ചു, റൂമുകളിൽ പൂട്ടിയിട്ട ശേഷം അടച്ചിട്ട ശേഷം ക്യാമറകൾ ഓഫാക്കിയ ശേഷം പൊതിര തല്ലി എന്നവർ പറയുമ്പോൾ എത്രമാത്രം ക്രൂരമായാണ് ഇക്കാര്യത്തിൽ ഇടപെട്ടിരിക്കുന്നത്. മാത്രമല്ല ഇവരെ തല്ലിയിട്ടവരോട് പറയുന്നത് കന്യാസ്ത്രീകൾക്കെതിരെ മൊഴി നൽകാനാണ്. കന്യാസ്ത്രീകളെ കുടുക്കുന്ന വിധത്തിൽ മൊഴി നൽകി അവരെ പ്രശ്നത്തിലാക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ബോധപൂർവം തന്നെ ഇവരെ സമ്മർദ്ദത്തിലാക്കുകയും മർദ്ദിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുകയായിരുന്നു എന്നത് ഇവരുടെ വാചകങ്ങളിൽ വ്യക്തമാവുകയാണ്. മാത്രമല്ല മതപരിവർത്തനത്തിൻ്റെ സാധ്യത തന്നെ ഇല്ല എന്നവർ ആവർത്തിച്ച് പറയുന്നു. 5ഉം 10ഉം വർഷങ്ങളായി ചെറുപ്പം മുതൽ തന്നെ തങ്ങൾ ക്രൈസ്തവ മതത്തിൽ വിശ്വസിക്കുന്നവരാണ്. ബൂഡാദേവൻ എന്ന ഗോത്രവിഭാഗത്തിലെ ഹൈന്ദവ ദേവനെ അല്ല വിശ്വസിക്കുന്നത് എന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്. അവർ ആവർത്തിക്കുന്നു തങ്ങൾ വിശ്വസിക്കുന്നത് യേശുവിലാണ് എന്നതുകൂടി അവർ റിപ്പോർട്ടർ TVയോട് പറയുകയാണ്. മതപരിവർത്തനത്തിൻ്റെ ഒരു സാധ്യതയില്ല, സ്വന്തം ഇഷ്ടപ്രകാരം പോയതാണ് എന്നതിനാൽ മനുഷ്യക്കടത്തിൻ്റെയും സാധ്യതയില്ല. പിന്നെ എന്തിനാണ് 9 ദിവസം പാവപ്പെട്ട 60 വയസ്സ് പ്രായമുള്ള വയോധികരായ 2 കന്യാസ്ത്രീകൾ തിരുവസ്ത്രത്തോടുകൂടി ജയിലിൽ കിടക്കേണ്ടി വന്നത് എന്ന ചോദ്യമാണ് ഇപ്പോൾ പ്രസക്തമാകുന്നത്. ചോദ്യമാണ് നാലുപാടുമെന്നും ഉയരുന്നത്.